നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പും കഴിഞ്ഞു. ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഉടൻ വിരമിച്ചേക്കുമെന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സഹോദരി തന്നെ അത്തരത്തിൽ പറയുന്നത് നമ്മൾ കണ്ടു. ക്രിസ്ത്യാനോ വിരമിക്കുമെന്ന്. പക്ഷേ അതങ്ങനെയല്ല എന്ന് പിന്നെ ക്രിസ്ത്യാനോ തന്നെ വിശദീകരിച്ചു. ഹീറ്റ് ഓഫ് ദി മൊമെൻറ്റിൽ താൻ ഒരു തീരുമാനവും എടുക്കില്ല എന്ന്. അദ്ദേഹം കളി തുടരുന്നു. ക്ലബ് ഫുട്ബോളിൽ എന്തായാലും തുടരും. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും ചുരുങ്ങിയത് നേഷൻസ് ലീഗിലെങ്കിലും അദ്ദേഹം കളിക്കും. മെസ്സിയുടെ കാര്യത്തിൽ മെസ്സി വേൾഡ് കപ്പ് ഫൈനൽ തൻ്റെ അവസാന അന്താരാഷ്ട്ര മത്സരമാകുമെന്ന് സഹതാരങ്ങളോട് പറഞ്ഞു എന്ന് പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹെർണൻ ക്ലോസിൻ്റെ റിപ്പോർട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പരേഡസ് അതിനെ ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന രൂപത്തിൽ സംസാരിച്ചു. പക്ഷേ മെസ്സി കളി തുടരുമെന്നാണിപ്പോൾ മാധ്യമങ്ങളൊക്കെ നൽകുന്നത്, അതായത് അർജന്റീൻ മാധ്യമങ്ങളൊക്കെ നൽകുന്ന വിവരം. സോ തുടരും. ക്ലബ് ഫുട്ബോൾ എന്തായാലും ഇന്റർ മയാമിക്ക് വേണ്ടി അദ്ദേഹം കളി തുടരും. അപ്പോൾ എന്താണ് ഇനി അവരുടെ ലക്ഷ്യങ്ങൾ? മുന്നിൽ എന്ത് ലക്ഷ്യം? ഒരാൾക്ക് 39 വയസ്സ്, മറ്റേയാൾക്ക് 41 വയസ്സ്. മെസ്സിക്കിന് നേടാനായിട്ടൊന്നും ബാക്കിയില്ല. വേൾഡ് കപ്പ് ഉണ്ട്, 8 ബാലൻ ഡി ഓർ പുരസ്കാരങ്ങളുണ്ട്. ക്രിസ്ത്യാനോക്കോ 5 ബാലൻ ഡി ഓർ പുരസ്കാരങ്ങളുണ്ട്. വേൾഡ് കപ്പ് ഇല്ലെങ്കിൽ എന്താ, യൂറോ കപ്പ് ഉണ്ടല്ലോ എന്നുള്ളതാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. ആരാധകരും അതിൽ സംതൃപ്തരാണ്. കാരണം വേൾഡ് കപ്പിൻ്റെ അതേ ഒരു ടഫ്നെസ് യൂറോ കപ്പിനും ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അവരുടെ ഒരു വീക്ഷണകോണിൽ. അപ്പോൾ അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ്. അപ്പോൾ ഇനി എന്താ നേടാനുള്ളത്? എന്താ ലക്ഷ്യം? 1000 ഗോൾ എന്നുള്ളത് ഒരു ലക്ഷ്യമാണ് ക്രിസ്ത്യാനോക്ക്. അതൊരു യാഥാർത്ഥ്യമാണ്. അല്ല എന്ന് എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ പറഞ്ഞാലും 1000 ഗോൾസ്. ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1000 ഗോളുകൾ നേടിയ താരമെന്ന റെക്കോർഡ് അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട്. പെലെ നേടിയിട്ടില്ല 1000 ഗോൾ. റൊമാരിയോ നേടിയിട്ടുണ്ട് 1000 ഗോളെന്ന് അദ്ദേഹവും വാദിക്കുന്നുണ്ട്, അവകാശപ്പെടുന്നുണ്ട്. സംഗതി 1000 ഗോളുകൾ നേടിയിട്ടുണ്ട്. പക്ഷേ ഒഫീഷ്യൽ മത്സരങ്ങളിലാണോ എന്നുള്ളതാണ് ചോദ്യം. റെക്കോർഡിക്കലി അങ്ങനെയില്ല. അപ്പോൾ അതുകൊണ്ട് ഒഫീഷ്യൽ മത്സരങ്ങളിൽ 976 ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്കുണ്ട്. വെറും 24 ഗോളുകളെ ഇനി വേണ്ടു. 1330 ഒഫീഷ്യൽ മത്സരങ്ങളിൽ നിന്ന് 976 ഗോളുകളുമായിട്ട് ക്രിസ്ത്യാനോ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം, ടാർഗറ്റ്, ഒരു സംശയം വേണ്ട 1000 ഗോളുകൾ തന്നെയാണ്. ഈ സീസണിൽ പ്രോ ലീഗ് ആരംഭിക്കാൻ പോകുന്നു. സൗദി പ്രോ ലീഗിലെ ഈ സീസണിൽ അദ്ദേഹം തീർച്ചയായിട്ടും 1000 ഗോളുകൾ കടക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരിക്കുന്നത്. അതൊരു വല്ലാത്ത മൈൽ സ്റ്റോൺ ആയിരിക്കും. അത് കഴിഞ്ഞ് CR7 പിന്നെ പടിയിറങ്ങിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. സോ 1000 ഗോൾസ് അത് തന്നെയാണ് CR7ൻ്റെ ലക്ഷ്യം. മെസ്സിക്ക് അങ്ങനെ വല്ല ലക്ഷ്യമുണ്ടോ? 1000 ഗോളിലേക്ക് പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ? റെക്കോർഡുകൾ, ഇപ്പോൾ ക്രിസ്ത്യാനോ പറയാറുണ്ട്, റെക്കോർഡുകൾ തേടി ഞാൻ പോകാറില്ല, റെക്കോർഡുകൾ എന്നെ തേടിയാണ് വരാറ് എന്ന്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ. മെസ്സിയും പറയാറുണ്ട്, റെക്കോർഡുകൾക്ക് വേണ്ടി ഞാൻ കളിക്കാറില്ല, കളക്റ്റീവായിട്ടുള്ള നേട്ടങ്ങളാണ് എനിക്ക് വലുത് എന്ന്. എന്തൊക്കെയാണെങ്കിലും ഇവർ തമ്മിലുള്ള ഈ ഒരു റിവൽറി, അത് ഹെൽത്തി റിവൽറിയാണ്, സ്പോർട്ടിംഗ് റിവൽറിയാണ്, അല്ലാതെ വ്യക്തിപരമായി അവർക്ക് പ്രശ്നങ്ങളുണ്ടെന്നല്ല. ക്രിസ്ത്യാനോയും പറഞ്ഞിട്ടില്ലേ, അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു സ്പോർട്ടിംഗ് റിവൽറി മനോഹരമായ കാലഘട്ടം എന്ന് മെസ്സിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സ്പോർട്ടിംഗ് റിവൽറി അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അത് തുടരുന്നുണ്ട്. അവർക്ക് ആ ഒരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. 1000 ഗോൾ എന്നുള്ളത് ക്രിസ്ത്യാനോ അടിച്ചാൽ മെസ്സിക്ക് 2 വയസ്സ് കുറവാണ്. 1164 കളികളിൽ നിന്നാണ് മെസ്സി 919 ഗോളുകൾ നേടിയിട്ടുള്ളത്. 81 ഗോളുകൾ ഇനിയും മെസ്സിക്ക് വേണം 1000-ലേക്ക് എത്താൻ. ഒരു സീസൺ മതിയാവില്ല, 2 സീസൺ ചുരുങ്ങിയത് വേണം, 2-3 സീസൺ വേണ്ടി വരും. അവിടെയാണ് കാര്യം. CR7 ഇങ്ങനെ ഗോളടിച്ച് പോയി കഴിഞ്ഞാൽ അധികം 1000 കടന്നൊക്കെ അങ്ങ് മുന്നോട്ട് പോയാൽ മെസ്സിക്ക് ഒപ്പം പിടിക്കണമെങ്കിൽ പിന്നെ കൂടുതൽ കളി തുടരേണ്ടി വരും. സോ ആ ലോഞ്ചിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഏതായാലും ക്രിസ്ത്യാനോ തുടരുന്നിടത്തോളം കാലം മെസ്സിയും തുടരുമെന്ന കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തെ മറികടക്കുക എന്നൊരു ലക്ഷ്യം മെസ്സി ഓപ്പണായിട്ട് സമ്മതിക്കുന്നില്ലെങ്കിലും അതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ കാര്യത്തിൽ CR7 ഒരു പക്ഷേ അടുത്തൊരു കളി കൂടി കളിച്ച് വിരമിച്ചേക്കുന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. 146 ഗോളുകൾ, 233 കളികൾ, അത് റെക്കോർഡാണല്ലോ. അത് മറികടക്കാൻ മെസ്സിക്ക് പ്ലാൻ ഉണ്ടോ എന്നുള്ളത് കണ്ടറിയണം. അത് മറികടക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് കോപ്പ അമേരിക്ക വരെയെങ്കിലും കളിക്കേണ്ടി വരും. കാരണം മെസ്സിക്ക് 207 കളികളിൽ നിന്ന് 125 ഗോളുകളാണുള്ളത്. അവിടെ തീർച്ചയായിട്ടും 10-21 ഗോളുകളുടെ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. അന്താരാഷ്ട്ര മത്സരങ്ങളുടെ എണ്ണം ശുഷ്കമാണ് എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് അത് മറികടക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ബട്ട് ഒരു ശ്രമം മെസ്സി നടത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. സോ
ലക്ഷ്യങ്ങളുണ്ട്, അതവർ പരസ്പരം തീർക്കുന്ന ലക്ഷ്യങ്ങളാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.